മരണശയ്യയിൽ കിടക്കുന്ന ജസ്ന സലീമിനെ ആരോ വിളിച്ച് ചോദിച്ചു അത്രേ മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അതിന് മറുപടിയായി മരണശയ്യയിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ജസ്ന സലീം പ്രതികരിച്ചു. മറ്റുള്ളവരെ അപേക്ഷിച്ച് മരണശയ്യയിൽ കിടന്നുകൊണ്ടൊക്കെ വീഡിയോ ചെയ്യാൻ ജസ്ന സലീമിന് കഴിയുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ജസ്ന സലീമിന്റെ അഗാധമായ അതിജീവന മനോഭാവത്തെയാണ്. മയ്യത്ത് നിസ്കാരം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണെന്നുള്ളതും അറിയാത്തൊരു സംഭവമാണ്. ഏതായാലും ജസ്ന സലീമിനെ വിളിച്ച് മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന് ചോദിച്ച ആൾക്ക് മതത്തെക്കുറിച്ചോ അതിൻ്റെ രീതികളെക്കുറിച്ചോ ഒരു ധാരണയുമില്ല എന്ന് മനസ്സിലായി. കാരണം ഈ മയ്യത്ത് നിസ്കാരം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും ഒരാൾ മയ്യത്ത് നിസ്കരിച്ചാൽ മയ്യത്തുള്ള പ്രദേശത്തെ മുഴുവൻ ആളുകളും ആ തെറ്റിൽ നിന്നും ഒഴിവാകുന്ന തികച്ചും സാമൂഹികമായ ഒരു ഉത്തരവാദിത്തമാണ്. എന്നാൽ ജസ്ന സലീമിനെ സംബന്ധിച്ചിടത്തോളം ജസ്ന ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ജസ്നയുടെ ജീവിതകാലത്തോ മരണാനന്തരമോ ജസ്ന സലീമിനോട് സാമൂഹികമായ ഒരു ഉത്തരവാദിത്വവും നിറവേറ്റേണ്ട ആവശ്യം മുസ്ലിം സമൂഹത്തിനില്ല. അതുകൊണ്ട് ശ്രീമതി ജസ്ന സലീം മുസ്ലിം അല്ലാത്ത നിങ്ങളെ വിളിച്ച് മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന് ചോദിച്ചത് ആരാണെങ്കിലും അതവൻ്റെ അറിവില്ലായ്മയായി കണ്ടാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ എന്നേ ഇസ്ലാം മതം ഉപേക്ഷിച്ചുവെന്നും ഇപ്പോൾ ഇസ്ലാമോഫോബിയ പടർത്തുന്ന ആളാണെന്നുമൊക്കെ അറിയാത്ത ആരോ ആണ് എന്ന് കരുതിയാൽ മതി. ഇനി മറ്റൊരു കാര്യം, തൻ്റെ മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന് വിളിച്ചു ചോദിച്ചതിനേക്കാൾ വലിയ പ്രയാസവും വിഷമവും ജസ്ന സലീമിന് അനുഭവപ്പെട്ടത് ഈ ഗുരുതരമായ സാഹചര്യത്തിലും രോഗാവസ്ഥയിലും മരണാസന്നമായ ഈ സമയത്തും ആർക്കാണ് തന്നോട് ഇത്രയും വലിയ ശത്രുത എന്ന ആലോചനയും അലട്ടലുമാണ്. അതിനുള്ള മറുപടി ഇതാണ്. എനിക്ക് വ്യക്തിപരമായി ജസ്ന സലീമിനോട് ഒരു ദേഷ്യമോ വൈരാഗ്യമോ മറ്റേതെങ്കിലും തരത്തിൽ അവർ നശിച്ചു പോകണമെന്നും പുഴുത്തു ചാവണമെന്നൊന്നും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ പറയുകയില്ല, ചിന്തിക്കുകയുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങൾ, അത് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, ജസ്ന സലീം നശിച്ചു കാണണമെന്നും പുഴുത്തു ചാകണമെന്നും അത് നേരിട്ട് കാണണമെന്നുമൊക്കെ അതിയായി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കിടയിലുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ ഈ സമുദായത്തെ സംഘപരിവാർ ശക്തികൾക്ക് ഒറ്റിക്കൊടുത്തതിലുള്ള ദേഷ്യമാണ്. ഇസ്ലാമിനെയും മുസ്ലിം സമുദായത്തെയും പണ്ഡിതന്മാരെയും കുറിച്ച് നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ അപകീർത്തിപരമായ പല കഥകളും നുണകളും പ്രചരിപ്പിച്ചതിലുള്ള രോഷമാണ്. അന്യമതസ്ഥരെല്ലാം നരകത്തിലെ വിറകുകൊള്ളികളാണെന്ന് മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട് എന്ന പച്ചയായ നുണയും അപരമത വിദ്വേഷവും പ്രചരിപ്പിച്ച് നിങ്ങൾ സംഘപരിവാറിന്റെ കയ്യടി വാങ്ങിയതിലുള്ള ശക്തമായ അമർഷമാണ്. അതിലൂടെ മദ്രസകളിൽ പോയി മതവും സാമൂഹ്യ ചുറ്റുപാടും എന്താണെന്ന് പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥികളെ, ചെറിയ കുട്ടികളെ പോലും സംഘപരിവാറിനും ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കും ആക്രമിക്കാനുള്ള വടി വെട്ടിക്കൊടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ നരകയാതനകൾ അനുഭവിക്കണമെന്നും പുഴുത്ത് ചാവണമെന്നും അതെല്ലാം കണ്ടും കേട്ടും ആസ്വദിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിച്ചത് നിങ്ങളാണ്, നിങ്ങളുടെ വാക്കുകളാണ്, നിങ്ങളുടെ പ്രവൃത്തികളാണ്. സാധാരണ നിലയിൽ മതവിശ്വാസം ഉപേക്ഷിക്കുന്നവരൊക്കെ ആ വഴിക്കങ്ങ് പോകലാണ് പതിവ്. എന്നാൽ മതവിശ്വാസികളുടെ പിന്നാലെ കൂടി നിരന്തരം അവർക്ക് പിന്നാലെ ടോർച്ചടിച്ച് നടന്ന് അവരെക്കുറിച്ചില്ലാത്ത കഥകൾ പറഞ്ഞ് അപരമത വിദ്വേഷ പ്രചരണത്തിന്റെ വക്താക്കളായി മാറുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ജസ്ന സലീം. ഏത് മതവിശ്വാസത്തെ ആണെങ്കിലും സമൂഹത്തെ ആണെങ്കിലും സമുദായത്തെ ആണെങ്കിലും വെറുപ്പിക്കുന്നവർ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം